सुर की नदियाँ हर दिशा से बहके सागर में मिले, बादलों का रूप लेकर बरसे हल्के आरा. ട്രീറ്റ്മെന്റിന്റെ സമയത്തൊക്കെ ഒരുപാട് പേര് സഹായിക്കാനൊക്കെ ആയിട്ട് വന്നു. പക്ഷെ അതിനെ കട്ടയ്ക്ക് സഹായമൊന്നും ആടെയും വേണ്ട എന്നൊരു ഡിസിഷൻ എടുത്തിരുന്നില്ലേ? അപ്പോൾ ശരിക്കും ആ ഒരു ഏജിലൊക്കെ അത് സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും ഒക്കെ ഉള്ള ആ ഒരു വ്യത്യാസം തിരിച്ചറിയാൻ, അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ വെക്കാനൊക്കെ ഉള്ള ഡിസിഷൻ, അങ്ങനെയൊക്കെ പറയാനുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഇത് കണക്ക് ക്യാൻസറിന് എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴത്തേക്കും കുറേ ഭയങ്കര സഹതാപമാണ് ആൾക്കാർക്ക് പൊതുവെ. കാരണം അവരുടെ മനസ്സിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മരിച്ചതിന് തുല്യമായിട്ടാണ് അവർ ക്യാൻസറിനെ കാണുന്നത്. അപ്പോൾ എനിക്ക് ആരുടെയും സിമ്പതി സഹതാപം വേണ്ട. ഞാൻ എങ്ങനെയാണോ, അവന് മുമ്പ് എങ്ങനെയായിരുന്നു അവനിനെ അങ്ങനെ തന്നെ കണ്ടാൽ മതി, ഒരു നോർമൽ ഹ്യൂമൻ ബീങ്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുക്കയും അമ്മയുടെ അടുക്കയും പറഞ്ഞ് ആരുടെ അടുത്തുനിന്നും പൈസ ഒന്നും വാങ്ങിച്ചിട്ട് എന്നെ ട്രീറ്റ് ചെയ്യണ്ട. അച്ഛൻ്റെ കയ്യിലുള്ള പൈസ എത്ര കാലം ഉണ്ടോ, എപ്പോൾ തീരണോ അപ്പം നിർത്തിക്കോ, പക്ഷെ അച്ഛനെ നോക്കാൻ പറ്റുന്ന സമയം വരെ അച്ഛനെ നോക്കിയാൽ മതി. അത്രയും ഞാൻ പറഞ്ഞു. യെസ്, അച്ഛൻ നോക്കി സർവൈവ് ചെയ്തു, അടിപൊളിയായിട്ടിരിക്കല്ലേ അല്ലേ? യെസ്. ആ ഒരു സമയത്തൊക്കെ കൂട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു ഈ സ്കൂളിലൊക്കെ? അപ്പോൾ ഇതാണെങ്കിൽ എനിക്ക് വയ്യാന്ന് കേട്ടപ്പോഴത്തേക്കും സ്കൂളിൽ മൊത്തത്തിൽ ഒരു റൂമർ പിള്ളേരുടെ ഇടയിൽ വന്നത് അവനിക്കിനി ഒരിക്കലും സംസാരിക്കാൻ പറ്റൂല എന്നുള്ള ഒരിതാണ്. അപ്പം ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്കുമ്പോഴത്തേക്കും ഇതാണ് പറയും, എടി നിനക്കിനി ഒരിക്കലും സംസാരിക്കാൻ പറ്റൂല എന്നൊക്കെ ചിലർ പറയണത്. ഞാൻ എടി ഇപ്പം നിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കണം ഞാൻ. പിന്നെ 8ാം ക്ലാസ് തൊട്ട് 10 വരെ എനിക്കൊരു ഫ്രണ്ടുണ്ട്, അവളുടെ പേര് ജിനു എന്നാണ്. അപ്പോൾ ഇതണക്ക് ഞാൻ കീമോ ക്യാൻസർ ആണ് എന്ന് അറിയുന്ന സമയത്ത് ഇവളെന്നെ ഫോൺ വിളിക്കും, വൈകുന്നേരം ഹോസ്പിറ്റലിലാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ഇതണക്ക് ഇവളുടെ അടുക്ക് ഒരു ദിവസം പറഞ്ഞ്, എടി എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ക്യാൻസർ ആണ്. ഇവളപ്പോൾ തുടങ്ങിയ കരച്ചില്ല. പിന്നെ ഇവളെ സമാധാനിപ്പിക്കാനായിരുന്നു എൻ്റെ പരിപാടി. ഞാൻ ഇതുവരെ എൻ്റെ അടുത്ത് കുറേ പേര് നമ്മുടെ ഇൻസ്പിറേഷൻ ആരാണ്, മോട്ടിവേഷൻ ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പൊതുവേ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തികളിൽ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ തോന്നിയത് അവളുടെ അടുത്തുനിന്നാണ്. കാരണം ഇപ്പം ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഉണ്ടായിട്ട് നമ്മൾ ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയണില്ല. ഇപ്പം പഠിക്കാൻ സമയമുണ്ട്, ഇപ്പം പഠിപ്പിക്കാൻ ആളുണ്ട്, എന്നിട്ട് നമ്മൾ ചുമ്മാ സമയം വേസ്റ്റ് ചെയ്ത് കളയണമെന്ന് ഞാൻ പറയുക അവളെ വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ അവളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അത്രയും സ്ട്രഗിൾ ചെയ്താണ് പഠിക്കണത്. ചില ദിവസം രാവിലെ വീട്ടിൽ ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവൾ സ്കൂളിൽ വരുന്നത്. ഞാനാണെങ്കിൽ അടുക്കളയുടെ പരിസരത്ത് പോലും കയറൂല. അപ്പം എൻ്റെ ഏജിലുള്ള ഒരു കുട്ടി എന്ന് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അവൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. എന്തോ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്.